ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ പുതിയ നോവൽ തുടങ്ങുകയാണ്. അന്തർജനം എന്ന നോവല് മാന്ത്രിക നോവലാണ്. ഈ മാന്ത്രിക നോവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ്യായം 1, അന്തർജനം. കൂനൂർ മഠത്തിലെത്തിയപ്പോൾ സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പടിപ്പുരയ്ക്ക് ഒരു വാതിൽപ്പാളിയേ ഉണ്ടായിരുന്നുള്ളൂ. വൃശ്ചിക മാസത്തിലെ തണുത്ത മഞ്ഞ് ഇറ്റിറ്റു വീഴുന്ന ശബ്ദം കേൾക്കാം. ചുറ്റും മനുഷ്യവാസത്തിൻ്റെ ഒരു ലക്ഷണവും കണ്ടിട്ടില്ല. പക്ഷികളുടെ ചിറകടിയില്ല. എങ്ങും ഭീതിയുടെ ഒരു തരം മുഴക്കങ്ങൾ മാത്രം. ശങ്കിച്ചു നിന്നിട്ട് കാര്യമില്ല, അകത്തേക്ക് കടക്കുക തന്നെ. മൊബൈലിലെ ചെറിയ വെളിച്ചം തെളിച്ച് പടിപ്പുര മറികടന്നു കയറി ജഗൻ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മഠത്തിലേക്ക് തിരിക്കരുതെന്ന് അന്തർജനം പ്രത്യേകം പറഞ്ഞതാണ്. പക്ഷേ തൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. പിന്നെ എവിടുന്നോ കിട്ടിയ ധൈര്യം. ജീവിതത്തിൽ തെറ്റിയ കണക്കുകൂട്ടലുകളിലൂടെ നേടിയ അനുഭവങ്ങളാണ് കയ്യിലുള്ള സമ്പാദ്യം. എന്തും സംഭവിച്ചോട്ടെ, മുമ്പിലേക്ക് നീങ്ങിക്കോളൂ, ഞാനൊപ്പമുണ്ട് എന്ന സ്വന്തം മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർത്തു ജഗൻ. തൻ്റെ മനസ്സ് തൻ്റെ സുഹൃത്താണ്. ആ സൗഹൃദമാണ് പണയം വെച്ചുള്ള കളികൾ കളിക്കാൻ ഊർജവും തനിക്ക് തന്നത്. ജഗനിൽ നിന്നും ഒരു നെടുതീർപ്പ് അടർന്നു വീണു. ആരോടും അടിത്തറയോട് ചേർന്ന് കിടക്കുന്നു എന്നൊക്കെ കേട്ടിട്ടേയുള്ളൂ. ഇപ്പോൾ കണ്ടു. ഒരു മനുഷ്യന് ഉള്ളിലേക്ക് തലതാഴ്ത്തി കയറാനേ കഴിയുകയുള്ളൂ. ഇവിടെയാണോ മാന്ത്രികതയുടെ മനുഷ്യനെ അമ്പരപ്പിക്കുന്ന കല്ലേരി കണ്ണപ്പൻ്റെ കൂനൂർമഠം? അപ്പോൾ ഓർത്തു കണ്ണപ്പനെക്കുറിച്ച്. ശ്രീദേവി അന്തർജനം പറഞ്ഞത് അവസാനം കണ്ടത് 9 വയസ്സുള്ളപ്പോഴാണത്രേ. പക്ഷേ ഒരു 18ൻ്റെ മുഴുപ്പുണ്ടായിരുന്നു. ചുവന്ന നിറമാ. അരമുണ്ടേ ഉടുക്കൂ, പട്ടുകോണകമേ ധരിക്കൂ. ശരീരം കണ്ടാൽ ഏത് പെണ്ണും ഒന്ന് ആഗ്രഹിക്കും. പക്ഷെ ആ മുഖം കണ്ടാൽ മരവിച്ചു പോകും നമ്മൾ. എഴുന്നേറ്റ് നിൽക്കുന്നത് മാതിരിയുള്ള തലനാരുകൾ, കൃഷ്ണമണികൾ എത്രയോ വലുത്, നീണ്ട കൺപീലികൾ അതിലും വിശേഷം. ശ്രീദേവി അന്തർജനത്തിൻ്റെ വാക്കുകളിൽ നിന്നും കണ്ണപ്പനെ ഗ്രഹിച്ചെടുത്തു ജഗൻ. ഇപ്പോൾ പ്രായം 24 തലച്ചോറിൻ്റെ ശക്തിയും കായിക ബലവും ഇവ രണ്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗ്രഹണത്തിന് അർദ്ധരാത്രിയിൽ അമ്മയുടെ വയറ് പിളർന്നു വന്നതാ കണ്ണപ്പൻ. ദുർമന്ത്രവാദത്തിൽ തകർന്ന കൂനൂർ മഠത്തിൻ്റെ ദുരന്ത സന്തതിയെന്ന് ജ്യോതിഷന്മാർ വിധിയെഴുതി. കണ്ണപ്പൻ്റെ പിതാവ് ഭ്രാന്ത് പിടിച്ച് പാണ്ഡുരോഗം വന്ന് മരിച്ചു. ശവദാഹത്തിനാളില്ലാത്ത 3 രാത്രി കണ്ണപ്പൻ കൂനൂർ മഠത്തിന് മുമ്പിൽ കാവലിരുന്നു. പ്രാണികളും പുഴുക്കളും അരിച്ചു തുടങ്ങിയ അച്ഛൻ്റെ ശവം ചുമന്ന് ദഹിപ്പിക്കാൻ പോന്ന വഴി മാംസം ഊർന്നു വീണത് അറിഞ്ഞില്ലത്രേ കണ്ണപ്പൻ. കാട്ടുമുങ്ങുകൾക്കും കടവാവലുകൾക്കും കാവൽ നിന്ന രാത്രികൾ പിന്നീട് പലരോടും പകയോടെ പറഞ്ഞിട്ടുണ്ട് കണ്ണപ്പൻ. പിന്നെ അന്തർജനം പറഞ്ഞതും എഴുതിയതുമാണ് 3 സ്റ്റാർ TV-യിലെ റിപ്പോർട്ടറായ ജഗന്നാഥൻ എന്ന ജഗനെ കല്ലേരി കണ്ണപ്പനെ കാണാൻ കൊതിപ്പിച്ചത്. പിതാവിൻ്റെ മരണശേഷം വികൃതരൂപിയായ കണ്ണപ്പൻ സൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവമായി. പൂർവികർ ചെയ്തു കൂട്ടിയ ആഭിചാരദോഷത്തിൻ്റെ പാവഫലം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട കണ്ണപ്പൻ യൗവനത്തിൽ തന്നെ വാർദ്ധക്യാവസ്ഥയിലായിരുന്നു. ഞരമ്പുകൾ പിടഞ്ഞ് കണ്ണുകൾ കൊഴിഞ്ഞു താണു. വൃഷണങ്ങൾ ബലഹീനമായി, ജരാനരകൾ ബാധിച്ച് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് ശരീരം നിലത്തു നിൽക്കാതെ സഫൂലിച്ചു. കണ്ണപ്പന് മാന്ത്രികം അറിയില്ല, മന്ത്രങ്ങൾ അറിയില്ല, പെണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഒന്ന് ചിരിക്കാൻ പോലും അറിയില്ല. അന്നപൂർണയെ കൂനൂർ മഠത്തിൻ്റെ തിണ്ണയിൽ ചങ്ങലയിൽ തളച്ച് ദേശനാട്ടുകാർ യാത്രയാത്രേ. അവൾ കരഞ്ഞു. വസ്ത്രങ്ങൾ വലിച്ചു കീറി. പുരുഷൻ്റെ മനസ്സിൻ്റെ കാമത്തിൻ്റെ വിത്തുകൾ പാകുന്ന അവളുടെ ശരീരം കെട്ടിപ്പിടിച്ച് കണ്ണപ്പൻ തേങ്ങി. അവൻ്റെ തണലിൽ അവൾ ഒരു നിഴലായിട്ട് അങ്ങനെ പടർന്നു കയറി. കണ്ണപ്പൻ അവളെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ച് കുളിപ്പിച്ചു. പാലപ്പൂ കഴുത്തിലണിയിച്ച് പ്രിയതമയാക്കി. മനുഷ്യൻ്റെ കടക്കാത്ത മണ്ണിൽ മതം പൊട്ടിയ മനുഷ്യനെ പോലെ അവൻ തിളച്ചു മറഞ്ഞു. സ്ത്രീ സ്പർശനമേറ്റ് കണ്ണപ്പൻ യക്ഷിയുടെ സാന്നിധ്യത്തിലൂടെ മറ്റൊരു മനുഷ്യനായി. യക്ഷി ഇപ്പോഴും കൂനൂർ മഠത്തിലുണ്ട്. എവിടാന്നറിയില്ല. ആർക്കും കണ്ണപ്പനോട് ചോദിക്കാനുള്ള ധൈര്യമില്ല. ജഗൻ ചെന്നോളൂ, എനിക്കിത്രയുമേ അറിയുള്ളൂ. അന്തർജനത്തിൻ്റെ അവസാന വാക്കിൽ യാത്ര പറഞ്ഞിറങ്ങിയതാണ് ജഗൻ. കണ്ണപ്പൻ താൻ പിന്നെയും അറിഞ്ഞു കണ്ണപ്പനെക്കുറിച്ച്.
വേർപ്പിന് പാലപ്പൂവിൻ്റെ മണമുള്ള കണ്ണപ്പൻ. സൗന്ദര്യം വാർന്നൊഴുകുന്ന കടഞ്ഞെടുത്ത ശരീരം, ചുവന്ന ചുണ്ടുകൾ. മേൽവസ്ത്രം ധരിക്കാത്ത കണ്ണപ്പനെ ചുവന്നു തൊടുത്ത ശരീരം കൊതിക്കാത്ത പെണ്ണുങ്ങളില്ല. ഭ്രാന്ത് അഭിനയിച്ച് ഇളം തലമുറയിലെ പെണ്ണുങ്ങൾ കണ്ണപ്പൻ്റെ സ്പർശനത്തിന് വേണ്ടി ഇവിടെ വരും. കണ്ണപ്പൻ അവരെ ഇക്കിളി കൂട്ടും, കാൽപാദത്തിൽ പല്ലുകൾ കൊണ്ട് അമർത്തും. വരുമ്പോൾ ടാക്സിക്കാരൻ ജോണിക്കുട്ടി പറഞ്ഞതാണ്, പെൺകുട്ടികളുടെ മൊബൈലിൽ കണ്ണപ്പൻ്റെ എത്ര പടമാ ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ സാറേ. കണ്ണപ്പൻ്റെ ശരീരത്തിലൂടെ യക്ഷിയുണ്ടത്രേ, അല്ലാതെ പിന്നെ എങ്ങനെയാ സാറേ? മനുഷ്യൻ കാർക്കിച്ച് തുപ്പിയിരുന്ന കണ്ണപ്പൻ സുന്ദരനായത്. സത്യം എന്താണെന്നറിയില്ല. എന്തായാലും കണ്ണപ്പനെ കണ്ടെത്തണം. അതാണ് തൻ്റെ യാത്രയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അവിടെ നിന്നു ജഗൻ. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജഗൻ്റെ മനസ്സ് മന്ത്രിച്ചു. തെക്കോട്ട് നടക്കുക. പിന്നെ ചിന്തിച്ചില്ല, നടന്നു. പച്ചപ്പായൽ പിടിച്ച കുളം കണ്ടു. കാട് പിടിച്ച കൈതകൾ ആ വെള്ളത്തിലേക്ക് വീണ് കിടക്കുന്നു. കാറ്റില്ല, ചീവീടുകളുടെ ശബ്ദമില്ല. പ്രകൃതി മരവിച്ച കൂനൂർ പടത്തിൻ്റെ ചീർണിച്ച അന്തരീക്ഷം. കുളത്തിലേക്ക് ഇറങ്ങുന്ന വെട്ടുകല്ലുകൾക്ക് മുകളിൽ കാൽ വെച്ചപ്പോൾ ശരീരമൊന്ന് പിടഞ്ഞു. ഒരദൃശ്യ ശക്തിയുടെ സാന്നിധ്യം അനുഭവിച്ച പോലെ. നിശ്ചലാവസ്ഥയിലായിരുന്നു ജലം. ഒന്നനങ്ങി. ഒന്നു നോക്കാനേ കഴിഞ്ഞുള്ളൂ. നടുങ്ങിപ്പോയി ജഗൻ. കുളത്തിൽ നിന്നും പൊങ്ങിവരുന്ന ലക്ഷണമൊത്ത ഒരു ചെറുപ്പക്കാരൻ. ആ സന്ധ്യയിലും കണ്ടു അവൻ്റെ ശരീരത്തിൻ്റെ ചുവപ്പ് നിറം. കരയിലേക്ക് കയറിയപ്പോൾ ജഗൻ അറിഞ്ഞു അയാൾ നഗ്നനാണ്. പക്ഷേ ആ കടഞ്ഞെടുത്ത ശരീരത്തിൻ്റെ രൂപഭംഗി ജഗനെ വിസ്മയിപ്പിച്ചു. ഇതെന്നോ ഒരിക്കൽ കേട്ടുകഴിഞ്ഞ വികൃതരൂപിയായ കണ്ണപ്പനല്ല. പുരുഷ സൗന്ദര്യത്തിൻ്റെ ലഹരി ആവാഹിച്ചെടുത്ത് ബ്രഹ്മാവ് സൃഷ്ടിച്ചെടുത്ത ഏതോ സൗന്ദര്യധാമമായ ഗന്ധർവനാണ്. നാണം മറയ്ക്കാത്ത ഒതുങ്ങിയ അരക്കെട്ടിൽ ഏതോ ഔഷധച്ചെടിയുടെ പച്ചവേരുകൊണ്ട് അരഞ്ഞാണം കെട്ടിയിരിക്കുന്നു. ജഗനെ കണ്ട് ഒന്ന് ചിരിച്ചു അയാൾ. കൂനൂർ മഠത്തിലേക്ക് സന്ധ്യയ്ക്ക് വന്നു കയറിയ മനുഷ്യജീവൻ. പടിപ്പുര കടന്നു പോകാൻ കഴിഞ്ഞാൽ ശരീരത്തിൽ ആത്മാവുണ്ടാവുമെന്ന് വല്ല ഉറപ്പുണ്ടോ? തണുത്ത പ്രകൃതിയിലും നിന്നു വീർത്തു ജഗൻ. വാക്കുകൾക്ക് ശ്വാസം മുട്ടി. ഞാൻ. വാക്കുകൾ തുടങ്ങും മുമ്പ് നീണ്ട വിരലുകൾ ഉയർത്തി തടഞ്ഞു അയാൾ. ശിവഭക്തനായ ഒരാൾ വരുമെന്ന് ഒരറിവുണ്ടായിരുന്നു. പ്രായം ഇത്ര ചെറുതാണെന്ന് കരുതിയില്ല. പേടിക്കണ്ട, ഞാൻ ശത്രുവല്ല, പോന്നോളൂ. അയാൾ മുമ്പിൽ നടന്നു. പിന്നിൽ ജഗനും. അപ്പോൾ കണ്ടു അയാളുടെ പിൻഭാഗം. വീതിയുള്ള വിരിഞ്ഞ തോൾഭാഗം, ഒതുങ്ങിയ മാംസപേശികൾ, അരച്ചു കുറുക്കിയെടുത്ത മാംസളമായ പുഷ്ടഭാഗം, വരച്ചെടുത്ത ചിത്രം പോലെയുള്ള കാലുകൾ. കണ്ണപ്പനാകുമോ? എന്തായാലും ഇത് മനുഷ്യജീവനാകാൻ വഴിയില്ല. മഠത്തിൻ്റെ പടിഞ്ഞാറെയുള്ള വാതിൽ തുറന്ന് അയാൾ പിന്തിരിഞ്ഞു പറഞ്ഞു, വന്നോളൂ. ഒന്ന് അറച്ചാടെങ്കിലും അകത്തേക്ക് കയറി ജഗൻ. കത്തുന്ന പന്തത്തിൻ്റെ വെളിച്ചം, വെടുപ്പും വൃത്തിയുമുള്ള വിശാലമായ മുറി. ഒന്നും പറയാതെ ആ മനുഷ്യൻ്റെ മുകളിലേക്കുള്ള ഗോവണി നടന്നു കയറി. ഒന്നും ചിന്തിക്കാനാവാതെ അങ്ങനെ ഇരുന്നു ജഗൻ. തികച്ചും അപ്രതീക്ഷിതമായ സ്വാഗതമാണ് തനിക്ക് അപരിചിതൻ തന്നത്. വീണ്ടും നിശബ്ദത മാത്രം. ജഗൻ ചുറ്റും വന്നു നിറഞ്ഞു. എത്ര നേരം അവിടെ അങ്ങനെ നിന്നു എന്നറിയില്ല. ഇരിക്കാൻ ഒരിടപ്പടം പോലും ഇല്ല. അയാൾ എങ്ങോട്ടാണ് പോയത്? താൻ ഗോവണി കയറി മുകളിലേക്ക് ചെന്നാലോ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നിന്നു ജഗൻ. കണ്ണുകളിൽ ഒരു കറുത്ത സ്വത്വത്തിൻ്റെ നിഴൽ വന്നു മൂടി. ഭീതിപ്പെടുത്തുന്ന ഒരുതരം വികൃത ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒരു കൂട്ടം കടവാവലുകൾ പുറത്തേക്ക് പറന്നുപോയി. മുഖത്ത് തണുത്ത വെള്ളം വീശിയൊഴിച്ച് ജഗനെ കുലുക്കിയുണർത്തി. ചീകേലിക്കുറുപ്പ്. പ്രായം 60 കഴിഞ്ഞു. വീതിയുള്ള കഷണ്ടി കയറിയ നെറ്റിയും കറുത്തിരുണ്ട ശരീരപ്രകൃതവുമാണ് ചീങ്കേലിക്കുറുപ്പിന്. മനുഷ്യൻ കയറാൻ ഇറക്കുന്ന കൂനൂർ മഠത്തിലേക്ക് ധൈര്യപൂർവ്വം കടന്നു ചെല്ലുന്ന ഒരാളെയുള്ളൂ. അത് കുറുപ്പാണ്. 12 ഏക്കറാണ് കൂനൂർ മഠം. കൃഷിപ്പണിയൊക്കെ നിർത്തിയിട്ട് കാലങ്ങളായി. എത്രയോ തലമുറകളായി കൂനൂർ മഠത്തിലെ കാര്യക്കാരനായിരുന്നു ചീങ്കേലി തറവാട്ടുകൾ. ആഭിചാരമന്ത്രവും ദുഷ്ടശക്തികളുടെ നിയന്ത്രണവും കൊണ്ട് മഠം തകർന്നപ്പോൾ പിൻതലമുറയിലെ കാരണവന്മാർ മഠത്തിൽ കയറാതെയായി. പക്ഷേ ബോംബെ അധോലോകത്ത് ചോരയ്ക്ക് കണക്ക് പറഞ്ഞിരുന്ന ഒരാളായി തീർന്ന ചീങ്കേലിക്കാരൻ കുറുപ്പ് മാനസാന്തരമുണ്ടായി നാട്ടിലേക്ക് വന്നു. പെണ്ണും പൊന്നും ഒന്നുമില്ലാത്ത കുറുപ്പിനെ ചീങ്കേലി കുടുംബക്കാർ കൈയൊഴിഞ്ഞു. ദുഃഖം കൊണ്ട് തകർന്ന കുറുപ്പ് കൂനൂർ മഠത്തിലേക്ക് അഭയം തേടി വന്നു. കണ്ണപ്പൻ കരഞ്ഞു. ഇന്ന് കുറുപ്പ് കണ്ണപ്പൻ്റെ ശക്തിയാണ്.
ചീങ്കാലി എന്നേ വിളിക്കൂ. കണ്ണപ്പൻ. എത്രയോ മനുഷ്യരെ വെട്ടിയും കൊന്നും ചോര കുടിച്ചും കുറുപ്പ് തൻ്റെ ജീവിതം ബാക്കി പത്രം കണ്ണപ്പന് കൊടുത്തു. രഹസ്യങ്ങളുടെ കെട്ടഴിക്കാത്ത കുറുപ്പ്. ആ കുറുപ്പിൻ്റെ മുമ്പിലാണ് ജഗനിപ്പോൾ. കണ്ണു തുറന്ന് ജഞ്ചിടിപ്പോടെ എഴുന്നേറ്റിരുന്നു. കുറുപ്പിനെ ഭയത്തോടെ നോക്കി. കഞ്ചാവും ചരസും വലിച്ച് കുറുപ്പ് തിന്ന് പല്ലുകൾ ദ്രവിച്ചുപോയി. കുറുപ്പ് പറഞ്ഞു, പേടിക്കണ്ട, മനുഷ്യൻ തന്നെയാ. ജഗൻ അടുത്തേക്ക് ചെന്നു. കണ്ണപ്പൻ ഒന്ന് ഇരുത്തി മൂളി. കണ്ണപ്പൻ എന്ന് ആരും വിളിക്കില്ല. പേടിയാ? നിനക്കറിയില്ല ചെക്ക കണ്ണപ്പനെക്കുറിച്ച്. വാ. ചീങ്കേലിക്കുറുപ്പ് പിന്തിരിഞ്ഞു നടന്നു. പിന്നിൽ ജഗനും. പടിപ്പുര കടക്കുമ്പോൾ ഒപ്പം നടന്നു കയറി ജഗൻ. പിന്നെ മെല്ലെ ചോദിച്ചു, മഠത്തിലെ കണ്ണപ്പൻ മന്ത്രവാദിയെ ഒന്ന് കാണാൻ പറ്റുമോ? ചിരിച്ചുകൊണ്ട് ചീങ്കേലിക്കുറുപ്പ് ചോദിച്ചു. നീ എന്താ പറയണ ചെക്ക? കണ്ണപ്പൻ മന്ത്രവാദിയെ കാണണോ? നീ ഏത് നാട്ടിന്നാ? ആര് പറഞ്ഞിട്ടാ വന്നേ? അതിനുത്തരം പറയാതെ മുന്നോട്ട് നടന്നു. ജഗന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചീങ്കേലിക്കുറുപ്പ് പറഞ്ഞു, കണ്ണപ്പൻ ചത്തു. വെറുതെയല്ല, ഉമിത്തി കൂട്ടി കനലിലിട്ട് നഗ്നനായി നിന്ന് പച്ച ജീവനോടെ വെന്ത് മരിച്ചു. ചീങ്കേലിക്കുറുപ്പ് തേങ്ങിപ്പോയി. പക്ഷേ ഈ പാവിയായ ഞാൻ കാണും. കുറുപ്പ് തേങ്ങിക്കൊണ്ട് നടന്നു. ജഗൻ അങ്ങനെ നിന്നു. കണ്ണപ്പൻ മരണപ്പെട്ടിരിക്കുന്നു. സത്യമാണോ? അതൊരു പ്രതിധ്വനിയായി കാതിൽ പതിച്ചു. തിരിഞ്ഞ് മഠത്തിലേക്ക് നോക്കി. ഉത്തരം കിട്ടാത്ത ഒരു സമസ്യ പോലെ ശ്മശാന മൂകതയോടെ അങ്ങനെ നിൽക്കുന്നു. ഒരുപാട് കഥകൾ ബാക്കി വെച്ച് കൂനൂർ മഠം. അധ്യായം 2. ഒരദൃശ്യ ശക്തിയായി തൻ്റെ മുമ്പിൽ ഒരു സ്വപ്നം കണക്കെ വന്നു മറഞ്ഞ കല്ലേരി കണ്ണപ്പൻ എന്ന മാന്ത്രികൻ. അയാൾ ഉമിത്തിയിൽ നിന്ന് വെന്തു നീറി മരിച്ചെന്ന് തന്നെ അറിയിച്ചു പോയ ചീങ്കേലിക്കുറുപ്പ്. മെല്ലെ നടന്നു ജഗൻ. മൊബൈൽ റേഞ്ച് കിട്ടുന്ന സ്ഥലത്തെത്തി അന്തർജനത്തിനെ ഒന്നുകൂടി വിളിക്കുക. വിവരം പറഞ്ഞ ശേഷമാകാം എന്തും. കൂനൂർ മഠത്തിലെ അമ്പരപ്പിക്കുന്ന വിശേഷങ്ങൾ കേട്ട് അന്തർജനം ഒരിക്കലും കാരണം പോരുമ്പോൾ തന്നെ അവർ തന്നോട് പറഞ്ഞതാണ് മഠത്തിനെക്കുറിച്ച്. മഠത്തിന് മേലെ പറക്കുന്ന പക്ഷികൾ പോലും സത്യമാണോ എന്ന് തിരിച്ചറിയുക പ്രയാസം. യാന്ത്രികമായി മഠത്തിൻ്റെ വെട്ടുകല്ലുകൾ നിരത്തിപ്പാകിയ പടികളിലിറങ്ങി. മനസ്സ് നിറച്ച് തൻ്റെ മുമ്പിൽ നഗ്നനായി കടന്നുപോയ കണ്ണപ്പനാണ്. പുരുഷനെപ്പോലും അസൂയപ്പെടുത്തുന്ന ശരീരമാണ് അയാളുടേത്. ജഗൻ ഓർത്തുകൊണ്ട് നടന്നു. കൂനൂർ മഠത്തിൻ്റെ അതിർത്തി കടന്നപ്പോൾ കൈതക്കാടുകൾ കണ്ടു. സന്ധ്യ ആ കാടുകളിലേക്ക് പടന്നിറങ്ങുന്നു. ഭയം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ജഗന് മുമ്പിലേക്ക് നടക്കുമ്പോൾ കണ്ടു കൈതക്കാടുകൾക്കപ്പുറത്ത് വെള്ളം ഒഴുകിപ്പോകുന്ന തൊടിക്കുമേലെ നിൽക്കുന്ന ചീങ്കേലിക്കുറുപ്പ്. കറുത്ത കരിമ്പടം തലയ്ക്ക് മുകളിലൂടെ പുതച്ച് ഒരു ഭീകരരൂപിയെപ്പോലെ അയാൾ പരിചയഭാവം നടിച്ച് വായി തുറന്ന് ചിരിച്ചു. മടങ്ങിപ്പോവാണ് അല്ലേ? ജഗൻ തലയാട്ടി. ചീങ്കേലിക്കുറുപ്പ് പിന്നെയും ചിരിച്ചു. എങ്ങനെ പോവാനാ എന്തിനി? വണ്ടിയും വള്ളവും ഒന്നുമില്ല. വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ പോന്നോ. ഈ കുറുപ്പിനൊപ്പം താങ്ങാം. കുറുപ്പിന് ഞാൻ തന്നെ താഴ്വാരത്ത് നിന്നും വണ്ടി കയറ്റി വിടാം. ഇങ്ങോട്ട് വരാൻ എളുപ്പമാ. പക്ഷേ കൂനൂർ മഠത്തിൽ വന്ന് മടങ്ങുമ്പോൾ സൂക്ഷിക്കണം. ഒപ്പം ആരേലും കാണും. അതങ്ങനെയാ. പിന്നെയും ചിരിച്ചു കുറുപ്പ്. ഒന്ന് സംശയിച്ചു ജഗൻ. ശരിയാണ്, ഈ രാത്രി ഇനിയൊരു യാത്ര വയ്യ. ഇങ്ങോട്ട് വന്നപ്പോൾ ഡ്രൈവർ ജോണിക്കുട്ടിയോട് താൻ ചോദിച്ചതാണ് മടക്കയാത്രയെക്കുറിച്ച്. അപ്പോളൊന്നും പറയാതെ ജോണിക്കുട്ടി ചിരിച്ചതോർത്തു ജഗൻ ചിന്തിച്ചു നിൽക്കുന്നത് കണ്ടിട്ടാവണം ചീങ്കേലിക്കുറുപ്പ് പറഞ്ഞു. ചിന്തിച്ചു നിന്നാ ബുദ്ധിമുട്ടാ സാറേ. ദുഷ്ടശക്തികളെ ആവാഹിച്ച് കൂനൂർ മഠത്തിലെ മരങ്ങളിലും മണ്ണിലും തളച്ചിട്ടുണ്ട് കല്ലേരി കണ്ണപ്പനും അച്ഛൻ വലിയ കണ്ണപ്പനും. ഇരുട്ട് കൂടുമ്പോൾ ചിലതിന് ശക്തി കൂടും. പന്തങ്ങളായി കത്തിപ്പടർന്ന് നമുക്ക് നേരെ വന്ന് ആക്രമിക്കും. ദേ കണ്ടില്ലേ, 2 തവണ എൻ്റെ മുഖവും വേവിച്ചെടുത്തതാ. മുഖം മാത്രമല്ല, എൻ്റെ പുറവും എന്ന് പറഞ്ഞ് വികൃതമായ മുഖവും പൊള്ളിയ മുതുകും കാണിച്ചു. ഇനി തീരുമാനിക്ക് സാറ് ഇന്നിനി പോണോന്ന്. ഇന്ന് രാത്രി ഈ കുറുപ്പിനൊപ്പം കൂടുന്നതാ നല്ലത്. ഒന്നും ആലോചിക്കാനില്ല സാറേ. സാറ് വന്നേ. ജഗൻ ഒന്നും മിണ്ടാതെ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ ചീങ്കേലിക്കുറുപ്പിനൊപ്പം നടന്നു. മുമ്പിൽ നടക്കുമ്പോൾ കുറുപ്പ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഒന്നും വ്യക്തമായി കേൾക്കാനാകുന്നില്ല ജഗന്. എന്ത് സംഭവിച്ചാലും ഇനി നേരിടുകയുള്ളൂ മാർഗം. കുത്തനെയുള്ള ചരിഞ്ഞ പ്രദേശത്തെത്തിയപ്പോൾ തിരിഞ്ഞു നിന്നു കിതച്ചു കുറുപ്പ്. ഭയക്കണ്ട, കുറുപ്പ് ചതിക്കത്തില്ല. ചതിക്കാൻ അറിയത്തില്ല. കുറുപ്പിനെ ചതിച്ചവരേ ഉള്ളൂ ഈ ഭൂമിയിൽ. അതിലൊരാളെയെ ഞാൻ മാറ്റിയിരുത്തിയിട്ടുള്ളൂ. വെന്തു തലയ്ക്കിൽ മുകളിൽ നിൽക്കുന്ന കല്ലേരി കണ്ണപ്പനെ. ഇത്രയും പറഞ്ഞ് കുറുപ്പ് നിർത്താതെ ചുമച്ചു. എന്നിട്ട് ചോര കലർന്ന കട്ടക്കഫം പുറത്തേക്ക് തുപ്പി.
കരിമ്പടം കൊണ്ട് ചുണ്ടു തുടച്ചു. തുപ്പുന്നത് ചോരയാ. ബോംബെയിലെ തെരുവ് ജീവിതം സമ്മാനിച്ചതാ. കൊണ്ടിട്ടും കൊടുത്തിട്ടുമുണ്ട്. കൊടുത്തതിന് കണക്ക് പറയാനില്ല. കൊണ്ടത് ഇപ്പോഴും ചോരയായി വന്നുകൊണ്ടിരിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് നെഞ്ചു തടവി മുകളിലേക്ക് നോക്കി ഒരു കൈ ഒരു വശം വെച്ച് മറച്ചു വിളിച്ചു കുറുപ്പ്. ഹോയ് ഹോയ്. മുകളിലത്തെ തൊടിയിൽ ഒരു വെട്ടങ്ങൾ വെളിച്ചം. പിന്നെ കുറേ നേരത്തേക്ക് ഒരനക്കവും ഉണ്ടായില്ല. കുറുപ്പിൻ്റെ ശ്വാസം വലിച്ചെടുക്കുന്ന ശബ്ദം മാത്രം. ആരെയാ വിളിച്ചതെന്ന് ജഗന് ചോദിക്കണമെന്ന് തോന്നി. ആരാ ഇപ്പോൾ വരിക? ചെമ്പകം. ചെമ്പകക്കുട്ടി. ഊരും പേരും ഒന്നും ഞാൻ ചോദിച്ചില്ല. കുറേ കശ്മലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാ. ആരാന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടൊരു ഉത്തരം എൻ്റെ കയ്യിലില്ല. പിന്നെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എല്ലാമാ, എല്ലാം. പക്ഷെ പറയില്ല, പറയാനൊക്കല. അവർക്കിടയിൽ ഒരു നിശബ്ദത പരന്നു. ജഗന് കുറുപ്പിനെ കുറേശ്ശമായി ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. എവിടെയോ ഒരു മനുഷ്യത്വമുണ്ട്. പക്ഷെ കണ്ടാൽ അത് പറയില്ല. കുറെ കഴിഞ്ഞപ്പോൾ താഴെ അറ്റത്തു നിന്നും ഒരു വിളി കേട്ടു. എവിടുന്നാ? ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ജഗൻ. ഇരുട്ടിൽ ഒരു നിഴൽ. അത് മെല്ലെ അടുത്തു വന്നു. ഒരു റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കണ്ടു ചുവന്ന് ചോര തുപ്പുന്ന ചിങ്ങേലിക്കുറുപ്പ് പറഞ്ഞ ചെമ്പകത്തെ. ഊരും പേരും അറിയാത്ത ചെമ്പകത്തെ. മധ്യവയസ്കനായ ചീങ്കേലിക്കുറുപ്പിൻ്റെ എല്ലാമെല്ലാമായ ചെമ്പകത്തെ. ചെമ്പകം വിളക്കുയർത്തി. ആ വെളിച്ചത്തിൽ ജഗൻ അവളുടെ മുഖം കണ്ടു. ഈശ്വര, എന്തൊരു ചൈതന്യമുള്ള പെണ്ണ്! ജഗൻ്റെ ഹൃദയം തുടിച്ചു. റാന്തൽ കയ്യിലേക്ക് വാങ്ങി കുറുപ്പ് നടന്നു. സാറ് വന്നാട്ടെ. മണ്ണിൽ കാലുറപ്പിച്ച് നടക്കണം. വഴുക്കലുള്ള മണ്ണ. കാല് തെറ്റിയാൽ പിന്നെ ഈ ജന്മം എഴുന്നേൽക്കില്ല. ജഗൻ മുമ്പിൽ നടക്കാൻ ചെമ്പകം മാറി നിന്നു. അപ്പോൾ ജഗൻ കണ്ടു അവളുടെ നിറഞ്ഞ മാറ്, നീണ്ട നാസിക, ഒതുങ്ങിയ അരക്കെട്ട്, തിളങ്ങുന്ന കണ്ണുകൾ. സൗന്ദര്യം വാർന്നൊഴുകുന്ന ചെമ്പകം. എന്തിന് ദുരൂഹതകളും ഭീകരതയും തളം കെട്ടി നിൽക്കുന്ന കൂനൂർ മഠത്തിൻ്റെ താഴ്വാരത്തിൽ വന്ന് തനിക്കിനിയും ഉത്തരം കിട്ടാത്ത ചീങ്ങേലിക്കുറുപ്പിനൊപ്പനും താമസിക്കുന്നു. ജഗൻ്റെ ചിന്തകൾ കാടുകയറി. ഞാൻ വന്നിറങ്ങിയ റോഡ് എവിടാണ്? ജഗൻ ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് ചെമ്പകമാണ്. അത് പടിഞ്ഞാറേക്കറിയാ, മഠത്തിൻ്റെ. ഇത് തെക്കാണ്. ഈ തെക്കേ പറമ്പിലാണ് പണ്ടുകാലത്ത് മഠത്തിലെ മാന്ത്രികൾ മരിക്കുമ്പോൾ കുഴിച്ചിടുന്നത്. കല്ലേരി കണ്ണപ്പൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുഴിച്ചിട്ടതും നമ്മുടെ കുടിലിൻ്റെ മുറ്റത്താ. ഒന്ന് നടുങ്ങി ജഗൻ. അപ്പോൾ പേടിയില്ലേ? ചിരിച്ചു കുറുപ്പ്. പേടിയോ? അതേയുള്ളൂ. പക്ഷേ ചെമ്പകത്തിന് പേടിയില്ല. അവൾക്ക് കണ്ണപ്പനോട് ഭ്രാന്ത. അതിന് സ്നേഹമെന്നോ കാമമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ആ ആത്മാവിനെ ഒന്ന് കാണാൻ അവൾ എത്ര കാലമായി കാത്തിരിക്കുന്നു. പക്ഷെ കാണില്ല. കാണണമെങ്കിൽ കണ്ണപ്പന് തോന്നണം. അച്ഛനെ കുഴിച്ചിട്ട മണ്ണ് എത്ര തവണ വെടിച്ചു കീറിയിരിക്കുന്നു. ആ മണ്ണിൽ ചോര വന്ന് നിറയും. കറുത്ത പുകോയരും. പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരുപാട് കഥകളുണ്ട് ഈ കൂനൂർ മഠത്തിന് ചുറ്റും. മണ്ണിൽ വെട്ടിയെടുത്ത ചെറിയ പടിക്കെട്ടിലൂടെ കയറി പനയോല വിരിച്ച കുടിലിന് മുമ്പിലെത്തിയവർ. മുറ്റത്ത് കിടക്കുന്ന ബെഞ്ച് ചൂണ്ടി കുറുപ്പ് പറഞ്ഞു. ചെമ്പകം, എന്താ ഉള്ളേ? സാറിരിക്കി. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? കരിപ്പെട്ടിക്കാപ്പിയുണ്ട്. ഇപ്പോൾ അത് മതിയോ എന്ന അർത്ഥത്തിൽ അവൾ ജഗനെ നോക്കി. മതിയെന്ന് തലയാട്ടി ജഗൻ. അവളുടെ മുഖത്ത് നോക്കി ഒന്നും വേണ്ട എന്ന് പറയാനുള്ള ശക്തിയില്ലായിരുന്നു ജഗന്. കാൽമുട്ടുകൾക്ക് അല്പം താഴെ വരെ മാത്രമേ അവൾ പാവാട ധരിച്ചിരുന്നുള്ളൂ. പടിയിലേക്ക് കാലെടുത്ത് വെച്ച് തിരിഞ്ഞു നിന്ന് അവൾ ജഗനെയൊന്ന് നോക്കി. ആ കൃഷ്ണമണികൾ എന്തോ അറിയുന്നു എന്ന്, എന്തോ ആഗ്രഹിക്കുന്നു. ജഗൻ്റെ മനസ്സ് ഒന്ന് പിടഞ്ഞു. അവളുടെ അഴിഞ്ഞുവീണ തലനാരുകൾ കണ്ട് അറിയാതെ എഴുന്നേറ്റ് പോയി ജഗൻ. ഏതോ സ്വപ്നലേഖത്തിലേക്ക് അവൻ വീണുപോയി. അവൻ കൂനൂർ മഠം മറന്നു. കല്ലേരി കണ്ണപ്പനെ മറന്നു. എന്തിന്? തൻ്റെ മുന്നിൽ നിൽക്കുന്ന ചീങ്ങേലിക്കുറുപ്പിനെ വരെ മറന്നു. സാറേ, കുറുപ്പ് വിളിച്ചു. ഞെട്ടിത്തിരിഞ്ഞു ജഗൻ. ഒരുപാട് യാത്ര കഴിഞ്ഞ് വന്നതറിയാൽ. കുന്നിറങ്ങിയാൽ നല്ല പുഴയുണ്ട്. ഒന്ന് മുങ്ങിക്കുളിച്ച് വന്നാൽ ക്ഷീണം കാണില്ല. നല്ല നിലാവുമുണ്ട്. പോണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെമ്പകത്തെ കൂടെ കൂട്ടിന് വിടാം. ഇന്നിനി എനിക്കെൻ്റെ കണ്ണു പിടിക്കില്ല. ജഗൻ്റെ മനസ്സിൽ ഒരു കുളിര് വീണു. രാത്രി തന്നോടൊപ്പം സുന്ദരിയായ ചെമ്പകത്തെ അയക്കാമെന്ന് കുറുപ്പ് പറഞ്ഞത്. യുവത്വത്തിൻ്റെ ഒരു തരം വികാരം ജഗനിൽ പൊട്ടിമുളച്ചു. കരിപ്പെട്ടിക്കാപ്പി കുടിച്ച് ഗ്ലാസ് മടക്കി കൊടുത്തപ്പോൾ കണ്ടു ചെമ്പകത്തിൻ്റെ നേർത്ത ചോര തുടിക്കുന്ന ചുണ്ടുകൾ. ചെമ്പകം, സാറിനെ തൊടി വരെ ഒന്ന് കൊണ്ടുപോയിട്ട് വാ. അകത്തേക്ക് പോയി ചെമ്പകം റാന്തലം കൊണ്ടുവന്നു. തോളിൽ കിടന്ന തൂക്കുസഞ്ചിയും ഫോണുമൊക്കെ കുടിലിനകത്തേക്ക് വെച്ച് ചെമ്പകത്തിന് പിന്നാലെ നടന്നു ജഗൻ.
ചെമ്പകത്തിൻ്റെ ശരീരത്തിലൂടെ ഇഴകിച്ചേർന്നു വന്ന കാറ്റിന് എന്തോ ഔഷധത്തിൻ്റെ മണമാണ്. ഇത് ഓരോ നിമിഷവും താൻ അനുഭവിക്കുന്നതാണ്. ഈ സന്ദർഭം ഇനി മറ്റൊരിക്കൽ ഉണ്ടാകില്ല. ഇപ്പോൾ ചെമ്പകം മാത്രമാണ് തൻ്റെ മുന്നിലുള്ളത്. ജഗൻ മനസ്സിൽ എന്തൊക്കെയോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ചെമ്പകം ഒന്നും മിണ്ടുന്നില്ലല്ലോ. ചെമ്പകം എവിടുന്നാ? ജഗൻ്റെ ചോദ്യം കേട്ട് തിരിഞ്ഞു നിന്നില്ല അവൾ. പക്ഷേ അവളിൽ നിന്നും ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു നെടുവീർപ്പ് അടർന്നു വീണു. പിന്നെയും നിശബ്ദത. ശരിക്കും ഈ ചിങ്ങയിൽക്കുറിപ്പ് ആരാ? അതിനും ഉത്തരം പറഞ്ഞില്ല. ചെമ്പകം പിന്നെ കൃഷ്ണമണികൾ കൊണ്ട് തന്നെ വശ്യമായി ഒന്ന് നോക്കി മുമ്പിലേക്ക് നടന്നു. പാറക്കെട്ടുകളിൽ തട്ടി തെന്നിച്ചിതറി വീഴുന്ന വെള്ളച്ചാട്ടം, നിലാവ്, പരന്നൊഴുകുന്ന പ്രകൃതി. വേഗം കുളിച്ചു വന്നോളൂ, വൈകിയാൽ കുറുപ്പിന് ഭ്രാന്തിളകും. ഒരു നിമിഷം നിന്നു ജഗൻ. ഏകാന്തവും വിജനവുമായ താഴ്വാരം, പ്രകൃതിയെ വാർന്നെടുത്തൊഴുകുന്ന വെള്ളച്ചാട്ടം, അതിനെ ഭീതിപ്പെടുത്തുന്ന ഇരുമ്പൽ, മുമ്പിൽ സൗന്ദര്യം വാർന്നൊഴുകുന്ന പെൺകുട്ടി, യൗവനം കത്തിജ്വലിച്ചു നിൽക്കുന്ന പ്രണയാതുരിതമായ മനസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സ്. എനിക്ക് എങ്ങനെ സ്വയം നിയന്ത്രിക്കാനാവും? അതുമാത്രമല്ല, ചെമ്പകത്തിന് മുന്നിൽ വെച്ച് താൻ നഗ്നനാകണം, തോർത്തെടുത്ത് വെള്ളത്തിലിറങ്ങണം. അവൾ പാറക്കെട്ടിലിരുന്ന് ഏതോ പഴയ പാട്ടിൻ്റെ പല്ലവി മൂളി. ജഗൻ വസ്ത്രമഴിച്ചു വെച്ച് വെള്ളത്തിലേക്ക് നടന്നിറങ്ങി. വെള്ളത്തിൻ്റെ ചൂട് അവൻ്റെ ശരീരത്തിലൂടെ ആത്മാവിലേക്ക് പടർന്നു കയറി. മേലെ പറയിൽ നിന്നും ഒഴുകി വന്ന വെള്ളച്ചാട്ടത്തിനടിയിലേക്ക് നിന്നു ജഗൻ. അവൻ മതിമറന്നു നിന്നു. എത്രയോ നേരം. പെട്ടെന്ന് ആകാശത്ത് നിലാവ് മറഞ്ഞു. പ്രകൃതി ഇരുട്ടു ചേക്കേറി. ആരോ ഓർമ്മിപ്പിച്ചെടുത്തതുപോലെ ഒരു നടുക്കം ജഗനിലുണ്ടായി. അവൻ തലയിലും ശരീരത്തും ശക്തമായി വീഴുന്ന വെള്ളത്തിൽ നിന്നും അകന്നു മാറി. ചെമ്പകം. അവൻ്റെ മനസ്സ് ഭീതിയോടെ മന്ത്രിച്ചു. ചെമ്പകം എവിടെയാണ്? നനഞ്ഞ ശരീരത്തോടെ അവൻ ചുറ്റും നോക്കി. ഉറക്കെ വിളിച്ചു, ചെമ്പകം. അവൾ തൻ്റെ ആരാണ്? ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടവൾ. തന്നോട് ഒന്നുമധികം സംസാരിച്ചിട്ട് കൂടിയില്ല. പക്ഷേ അവളെ കാണാതായപ്പോൾ എന്തോ തൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടതുപോലെ. എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. ചെമ്പകം, ചെമ്പകം. ജഗൻ എങ്ങോട്ടെന്നറിയാതെ ഓടി നിന്നു, കിതച്ചു. പാറക്കെട്ടിനടിയിൽ കത്തുന്ന പന്തത്തിൻ്റെ വെളിച്ചത്തിൽ മെല്ലെ നടന്നെടുത്തു. പാറക്കെട്ടിൽ മറഞ്ഞു നിന്ന് ഒന്ന് നോക്കാനേ കഴിഞ്ഞുള്ളൂ. സിരകൾ മരവിച്ചുപോയി. കണ്ണുകളെ വിശ്വസിക്കാനായില്ല. നഗ്നനായ കല്ലേരിക്കണ്ണപ്പൻ്റെ നെഞ്ചിലേക്ക് തലയാഴ്ച കിടക്കുന്നു ചെമ്പകം. ഒരു നിമിഷം അവളെ താങ്ങിയെടുത്ത് മലർത്തിക്കിടത്തി. നഗ്നമായ ശരീരത്തിലൂടെ ഒരു ഇണസർപ്പത്തെ പോലെ ഇഴഞ്ഞു നടക്കുന്ന കണ്ണപ്പൻ. അവളുടെ ചോര തുടിക്കുന്ന കാൽപാദങ്ങൾ ചുംബനങ്ങൾ കൊണ്ട് മൂടുന്നു. അവളുടെ അരക്കെട്ടിൽ മാന്ത്രിക സ്പർശമുള്ള നീണ്ട വിരലുകൾ കൊണ്ട് തലോടുന്നു. വികാരവിവശയായി തളർന്നു പോകുന്ന ചെമ്പകം. കണ്ണപ്പനെ നെഞ്ചോട് ചേർക്കുന്നത് കാണാനാകാതെ ഞെട്ടിത്തിരിച്ചു നിന്നു ജഗൻ. കൈതക്കാടിലെവിടെയോ സർപ്പങ്ങൾ ഇണചേരുന്ന ശീൽക്കാരത്തിൻ്റെ കൊടുങ്കാറ്റിൽ പ്രകൃതിയുടെ അരഞ്ഞാണം പൊട്ടി വീണതുപോലെ ഇരുട്ടിന് നിലാവിന് വഴിമാറിക്കൊടുത്തിരിക്കുന്നു. കണ്ണുകൾ ഇറുക്കിയടച്ചു നിന്ന ജഗൻ്റെ തോളിൽ ഒരു തണുത്ത കരസ്പർശം. ഒന്നും നോക്കാനേ കഴിഞ്ഞുള്ളൂ ജഗന്. ഒന്ന് നാവ് പോലും പൊക്കാൻ കഴിയാതെ മുൻപിൽ കണ്ട നിഴലിനെ നോക്കി അവനങ്ങനെ നിന്നു. ജഗന്നാഥൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നാളെ ഈ അധ്യായത്തിൻ്റെ അടുത്ത ഭാഗവുമായി വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.